ഇനി അത് മാത്രമല്ല, ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. സാമ്പത്തികമായി നമ്മൾ ചെറുത്തു നിൽക്കുകയാണ്. എന്ത് വന്നാലും ആരോഗ്യ മേഖലയിൽ കേന്ദ്രം പണം തന്നില്ല. സംസ്ഥാന സർക്കാർ 50 കോടി രൂപ അനുവദിച്ചുകൊണ്ടാണ് നമ്മൾ അതിന്റെ പരിഹാരങ്ങൾ ഇപ്പോ കഴിഞ്ഞ മാസം അത് പണം അനുവദിച്ചുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് നമ്മൾ നികത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പൊ സാമ്പത്തികമായി ഞെരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. അതാണ് ഇന്ന് കേരളത്തിൽ നാം കാണുന്ന ഒരു കാര്യം. വളരെ നിർഭാഗ്യകരമാണ്. എന്താണ്? ഭരണഘടനാ പദവിയിലുള്ള ഗവർണർ സർവകലാശാലയുടെ ചാൻസലർ കൂടിയാണ്. അദ്ദേഹത്തെ കേരളത്തിൽ ഗുജറാത്ത് മാതൃകയിലുള്ള കലാപങ്ങൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടി ബിജെപിയും സംഘപരിവാറും ഉപയോഗിക്കുന്നു. അദ്ദേഹം അതിന്റെ ചട്ടുകമായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കോഴിക്കോട് നടക്കുന്നത് കണ്ടില്ലേ? എന്താണ് നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളിലെ വിദ്യാർത്ഥികളെ വിളിച്ചത്? എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ വേദിയിൽ ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം. സ്വാതന്ത്ര്യം അടിയറവ് വെച്ചുകൊണ്ട് ചെരുപ്പ് നക്കിയ പാരമ്പര്യമല്ല SFIയുടേത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ചരിത്രമാണ് SFIയുടേത് എന്നുള്ളതാണ്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. എന്തിനാണ് ഇത് അദ്ദേഹം നടത്തുന്നത്? ഇപ്പോ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തെ തകർക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾ ഈ നവകേരള യാത്ര ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും നവകേരള സദസ് അല്ല, സർക്കാരിന്റെ നവകേരള സദസ്. എന്തിനാണ് ഇത് നടത്തുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് എത്തുന്നതിന് മുൻപ് കുറച്ചേറെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. എന്താണെന്ന് അറിയാമോ? ഈ 2.5 വർഷക്കാലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ എല്ലാ മന്ത്രിമാർക്കും നിർദ്ദേശം നൽകി. നിങ്ങളുടെ ഓരോരുത്തരുടെയും വകുപ്പുകളിൽ എത്ര ഫയലുകൾ തീർപ്പാകാതെ കിടക്കുന്നുണ്ട്, ആ ഫയലുകളുടെ ഒരു കണക്കുണ്ട്. ഡയറക്ടറേറ്റിൽ എത്ര ഉണ്ട്, ജില്ലാ ഓഫീസിൽ എത്ര ഉണ്ട്, മറ്റു ഓഫീസുകളിൽ എത്രയുണ്ട്, സെക്രട്ടേറിയറ്റിൽ എത്രയുണ്ട്, ഈ ഫയലുകളുടെ കണക്കെടുക്കണം. ഞങ്ങൾ എല്ലാവരും നിർദ്ദേശം കൊടുത്തു. ഓരോ വകുപ്പിലും എത്ര വീതമുണ്ട്, ഓരോ അതിലും ഉപവിഭാഗങ്ങളിൽ എത്രയുണ്ട് കണക്കെടുത്ത് ഒരു മിഷൻ അടിസ്ഥാനത്തിൽ ഫയൽ തീർപ്പാക്കൽ യജ്ഞം നടത്തി. നല്ല രീതിയിൽ ഫയലുകളിൽ തീർപ്പുണ്ടായി. അതിപ്പോഴും തുടരുന്നുണ്ട്. അതിനൊരു മോണിറ്ററിംഗ്, ഒരു നിരീക്ഷണം നടത്തുന്നു. അതിനുശേഷം ഓരോ താലൂക്കിലും പോയി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാർ, ഇവിടെ കൊല്ലത്താണെങ്കിൽ ബഹുമാന്യനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലും, ബഹുമാന്യനായ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ താലൂക്ക് തലത്തിൽ എല്ലാ താലൂക്കിലും, MLA ഇവിടെ കുന്നത്തൂരിലെ താലൂക്കുകളിലും ഒക്കെ തന്നെ താലൂക്ക് തലത്തിൽ നടക്കും. എന്ത് ചെയ്തു? നമ്മൾ ആളുകളോട് പറഞ്ഞു, നമ്മൾ പരാതികൾ സ്വീകരിക്കും. ചിലപ്പോൾ വീടിന് നമ്പർ ഇല്ലാത്തതായിരിക്കും, വെള്ളം കിട്ടാത്തതായിരിക്കും, ലൈഫിലൂടെ വീട് കിട്ടാനുള്ളതായിരിക്കും. ഇതൊക്കെ ഈ പരാതികൾ, എന്ത് പരാതി ഉണ്ടെങ്കിലും അത് നൽകിക്കൊണ്ട് അതിന് തീർപ്പാക്കുക എന്നുള്ളത്. അവിടെ തന്നെ തീർപ്പാക്കാൻ കഴിയുന്നത് തീർപ്പാക്കി. ജില്ലാ കളക്ടറും മറ്റുദ്യോഗസ്ഥരും എല്ലാവരും ഇരുന്നുകൊണ്ട് തീർപ്പാക്കി. ഇനി എല്ലാം അതിനെ പറ്റില്ലല്ലോ. ദിവസങ്ങൾ ഇപ്പൊ മന്ത്രിമാർ തന്നെ ഫയൽ എഴുതി ഇത്ര ദിവസങ്ങൾക്കകം തീർപ്പാക്കണം, തീർപ്പാക്കിയിരിക്കണം. അത് വീണ്ടും മന്ത്രിമാർ ജില്ലയിൽ ജില്ലാ കളക്ടറും ഉദ്യോഗസ്ഥരും എല്ലാം ഇത് തീർപ്പായിട്ടുണ്ടോ എന്ന് നോക്കി. അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മേഖലാ അടിസ്ഥാനത്തിൽ അവലോകനങ്ങൾ നടക്കും. തിരുവനന്തപുരത്താണ്, കൊല്ലത്തേക്ക്, തിരുവനന്തപുരത്തേക്ക്, പത്തനംതിട്ടയിലും ഒക്കെ നടക്കുന്നത്. എല്ലാ മന്ത്രിമാരും ഒന്നിച്ചിരുന്ന് മുഖ്യമന്ത്രിയും ജില്ലാ കളക്ടർമാരും, 3 ജില്ലയുടെയും കളക്ടർമാർ, എല്ലാ ഉദ്യോഗസ്ഥരും വന്നിരുന്ന് പ്രശ്നങ്ങൾ പഠിച്ച് അത് ഓരോ കാര്യവും അവലോകനം ചെയ്യും. ആ മേഖലാ സമ്മേളനങ്ങൾക്ക് ശേഷം നവകേരള സദസ്സിലേക്ക് എത്തപ്പെടുമ്പോൾ അങ്ങ് കാസർഗോഡ് മുതൽ ഇന്ന് കൊല്ലം വരെ ഇന്ന് രാവിലെയും ഉണ്ടായിരുന്നു പ്രഭാത സദസ്. നവകേരള സദസ്സിന് മുന്നോടിയായിട്ടുള്ള പ്രഭാത സദസ്. ആ പ്രഭാത സദസ്സിൽ എല്ലാവരും, ഇന്ന് കശുവണ്ടി തൊഴിലാളി മേഖലയിൽ നിന്ന് ഒരു സുഹൃത്ത്, ഒരു സഹോദരി പങ്കെടുത്തിരുന്നു. ഈ കശുവണ്ടി തൊഴിലാളി മേഖലയിൽ നേരിടുന്ന കാര്യങ്ങളെ കുറിച്ച്, നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒക്കെ തന്നെ അവിടെ സംസാരിക്കുകയുണ്ടായി. ഒട്ടനേകം പേർ കാസർഗോഡ് മുതൽ കൊല്ലം വരെ പ്രഭാത യോഗങ്ങളിൽ പങ്കെടുത്തു. ആ പ്രഭാത യോഗത്തെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ ശ്രമിച്ചു. പൗരപ്രമുഖരാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ എല്ലാവരും പൗരപ്രമുഖരാണ്. എല്ലാ മേഖലകളിലുമുള്ളവർ പൗരപ്രമുഖരാണ്. അവരെയാണ് നമ്മൾ ഈ യോഗത്തിലേക്ക്, അല്ലെങ്കിൽ അവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ കൽപ്പറ്റയിൽ സരസ്വതി എന്ന ഒരു യുവതി പങ്കെടുത്തു. സരസ്വതി വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ. സരസ്വതി സിക്കിൾ സെൽ അനീമിയ രോഗം, അതായത് അരിവാൾ രോഗമുള്ള അവരുടെ പ്രതിനിധിയാണ്.
ആവശ്യം മുഖ്യമന്ത്രിയോട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഞങ്ങളെല്ലാം ഉള്ള മീറ്റിംഗിൽ പറയുന്നതിന് വേണ്ടി വന്നു. സരസ്വതി ആ യോഗത്തിൽ പങ്കെടുത്തു. ആശുപത്രിയിൽ നിന്നാണ് പറഞ്ഞത്. മറ്റൊരു യോഗം കോഴിക്കോട് നടക്കുമ്പോൾ ഇന്ന് അവിടെ വിദ്യാർത്ഥികളുമായി ഭരണഘടനാ പദവി, ഉന്നതമായിട്ടുള്ള ഭരണഘടനാ പദവിയിൽ ഉള്ള ഗവർണർ, ചാൻസലർ അവിടെ ഏറ്റുമുട്ടുന്നുണ്ടല്ലോ. അവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പങ്കെടുത്തിരുന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ ഒരു കാര്യം, പല ജനസമ്പർക്ക പരിപാടികളിലും മുൻപ് പങ്കെടുത്തൊരു അപേക്ഷ കൊടുത്തിരുന്നു, ഒരു സൗകര്യം, ഒരു പാർപ്പിട സൗകര്യം വേണമെന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് അത് ലഭിച്ചില്ല. എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മെയിലിലേക്ക് അദ്ദേഹം ഒരു എടുത്തയച്ചു. 48 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് സർവകലാശാലയുടെ ക്യാമ്പസിൽ അദ്ദേഹത്തിന് ഒരു ക്വാർട്ടേഴ്സ് ലഭിച്ചു എന്നുള്ളതിന്റെ സന്തോഷം അറിയിക്കുന്നതിന് മലപ്പുറത്ത് തിരൂരിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഒട്ടനേകം ആളുകൾ, സങ്കീർത്തന എന്ന കുട്ടി കണ്ണൂർ ജില്ലയിലെ പ്രഭാത യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സങ്കീർത്തന ആരാണെന്ന് അറിയാമോ? സങ്കീർത്തന സ്വപ്നങ്ങൾ, ആകാശത്തോളം സ്വപ്നം കണ്ട ഒരു പെൺകുട്ടിയാണ്. എന്തായിരുന്നു സങ്കീർത്തനയുടെ സ്വപ്നം? സങ്കീർത്തനയുടെ സ്വപ്നം ഒരു കൊമേഴ്സിൽ ഒരു പൈലറ്റ് ആകണം എന്നുള്ളതായിരുന്നു. ഒരു പൈലറ്റ് ആകണം, വിമാനം പറത്തണം എന്നുള്ളതായിരുന്നു. ഇപ്പൊ കൊമേഴ്സ്യൽ പൈലറ്റ് ആകണം എന്നുള്ളതായിരുന്നു. പക്ഷെ സങ്കീർത്തനയുടെ ജീവിത സാഹചര്യങ്ങൾ അത് സങ്കീർത്തനയെ അനുവദിക്കുന്നതായിരുന്നില്ല. സങ്കീർത്തന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽ, സാമ്പത്തികമായി പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു മകളായിരുന്നു. അവൾ ആ സ്വപ്നങ്ങൾ നെഞ്ചിലടക്കി ജീവിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ വിങ്സ് എന്ന പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിന് വേണ്ടത്. ഈ പഠനത്തിനും ആ ലൈസൻസ് ലഭ്യമാകുന്നതിനും വേണ്ടത്. വിങ്സിലൂടെ അത് സങ്കീർത്തനയ്ക്ക് ലഭ്യമായി. ഇന്നവൾ ആകാശത്തിലൂടെ അവരുടെ സ്വപ്നങ്ങൾക്ക് മീതെ പറക്കുകയാണ്. ആ സങ്കീർത്തന അവിടെ കണ്ണൂരിൽ നമ്മുടെ പ്രഭാത യോഗത്തിൽ പങ്കെടുത്തു. ഒട്ടനേകമാണ് ജീവിതത്തിന്റെ നാനാതുറകളിലുമുള്ളവർ. ഇന്നൊരു സ്കൂൾ വിദ്യാർത്ഥി, ഒരു മോൻ ബഹുമാനപ്പെട്ട CM-നോട് പറഞ്ഞു, ഞങ്ങളുടെ സ്കൂളിൽ നല്ല കെട്ടിടങ്ങളായിരുന്നു. പക്ഷെ ആ കെട്ടിടങ്ങളുടെ ടെറസിൽ ഞാനൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ്. അവിടെ കൃഷി ചെയ്താൽ ആ കൃഷിയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ, അതായത് ഗ്രോ ബാഗിലൊക്കെ സാധനങ്ങൾ വെച്ച് പച്ചക്കറിയൊക്കെ വളർത്തിയാൽ വിഷരഹിതമായ പച്ചക്കറിയും ഉപയോഗിക്കാം, അത് സ്കൂളിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. എത്ര മനോഹരമായ നിർദ്ദേശമാണ്! ഒരു കുഞ്ഞു മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ്. അപ്പൊ ഈ ഒരു ആശയവിനിമയം നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു. അതുകൂടാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് വന്നുകൊണ്ട് അല്പസമയത്തിന് അദ്ദേഹം അവിടെ എത്തിച്ചേരാനായിട്ട് പോവുകയാണ് സഹമന്ത്രിമാർക്കൊപ്പം. അദ്ദേഹം നേരിട്ട് സംസാരിക്കുകയാണ്. 5 വർഷത്തിലൊരിക്കൽ വന്ന് വോട്ട് ചോദിച്ചു പോകുന്നതല്ല ജനാധിപത്യം. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ ആവശ്യങ്ങളനുസരിച്ച്, അത് കാസർഗോഡ് വരെ മുതൽ കൊല്ലം ജില്ല വരെ യാത്ര ചെയ്യുമ്പോൾ ഓരോ ജില്ലയിലും, ഓരോ പ്രദേശത്തും, ഓരോ മണ്ഡലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ, പല മേഖലകളിലും പല പല കാര്യങ്ങൾ പുതുതായി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പൊ ഇനി ഈ സർക്കാരിന്റെ മുന്നിലുള്ള 2.5 വർഷക്കാലം, നമ്മുടെ 7.5 വർഷക്കാലം കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ചയായിട്ടാണല്ലോ ഈ സർക്കാരിനുള്ളത്. ഇനിയുള്ള 2.5 വർഷക്കാലം നമ്മുടെ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നത് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള ആശയവിനിമയവും അഭിപ്രായ സ്വരൂപീകരണവുമാണ് നവകേരള സദസ്സിന്റെ ഭാഗമായി നടത്തപ്പെടുന്നത്. ഈ നവകേരള സദസ്സിനെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. ബസ്സിനെതിരെയായിരുന്നു, അതിവിടെ പറഞ്ഞു, ബസ്സിനെതിരെ, ബസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ വന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് മഞ്ചേശ്വരത്ത് പറഞ്ഞു, നിങ്ങൾ ആ ബസ് ഒന്ന് കയറി കാണണം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, അല്പസമയത്തിലേക്ക് ആ ബസ് ഇവിടെ വരും, നിങ്ങൾ അതിലൊന്ന് കയറി കാണണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു മാധ്യമവും അത് സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപം ആ രീതിയിൽ ഉന്നയിച്ചില്ല. സ്വിമ്മിംഗ് പൂളുണ്ട്, ക്യാബിനുണ്ട്, കിച്ചണുണ്ട്, അങ്ങനെ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് അതിനെ സംബന്ധിച്ചുണ്ടായത്. ഈ നവകേരള സദസ്സിനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായില്ലേ? പലയിടത്തും നമ്മൾ കണ്ടു. ഇപ്പോ പ്രതിഷേധങ്ങളൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്, കരിങ്കൊടി കാണിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇവിടെ നമ്മൾ കണ്ട പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്താണെന്ന് അറിയാമോ? ഞാൻ സൈഡിൽ ഇരിക്കുന്ന ഒരാളാണ്, ബസ്സിന്റെ സൈഡ് സീറ്റ്, വിൻഡോ സീറ്റിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ പലയിടത്തും കണ്ടത്, ഒരിടത്ത് ആലപ്പുഴയിൽ വെച്ച് ഞാൻ കണ്ടൊരു കാര്യം, ഈ കരിങ്കൊടിയൊന്നുമില്ല, ഒരു 4-5 പേർ ഓടി വരികയാണ്. കരിങ്കൊടിയില്ല, കരിങ്കൊടി ഉണ്ടെങ്കിൽ കരിങ്കൊടി ഉയർത്തി കാണിക്കാം. അപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ തിരിച്ച് കൈവീശി കാണിക്കും ചിലപ്പോ കരിങ്കൊടി കാണിക്കുമ്പോൾ. പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് ചില പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ആലപ്പുഴയിൽ കണ്ട കാഴ്ച കണ്ണൂരിൽ നിന്ന് നടന്നിരുന്നു, കല്യാശ്ശേരിയിൽ. അപ്പൊ ഇവിടെ
ഓടി നേരിട്ട് വരികയാണ് ബസ്സിന്റെ മുന്നിലേക്ക്. എന്തിനാണ്? ഈ ബസ് തട്ടി എന്ന് വരുത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ്. ഇവിടുത്തെ ബ്രേക്കിംഗ് ന്യൂസ് എന്തായിരിക്കും? മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന നവകേരള ബസ് ഇതാ മനഃപൂർവ്വം ഒരാളെ ഇടിച്ചു വീഴ്ത്തിയിരിക്കുന്നു, കൊല്ലാൻ ശ്രമിച്ചു. ഇതല്ലേ വാർത്ത? വാർത്തയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. മഞ്ചേശ്വരത്ത് കാസർഗോഡ് വെച്ച് ഈ വെന്യൂവിലേക്ക് നവകേരള സദസ്സ് നടക്കുന്നിടത്തേക്ക് പോകുമ്പോൾ അവിടെ ദേശീയപാതയുടെ ആ ബീച്ചിന്റെ പണി കഴിക്കുന്നു. അപ്പൊ കുമാരുടെ CM-ന്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാം അവിടെ ഇറങ്ങി ഇത് കാണാനായിട്ട് ഇറങ്ങി. അപ്പൊ ലൈവ് നടക്കുകയാണ് ഒരു ചാനൽ. ആ ചാനലിലെ പ്രവർത്തകൻ പറയുകയാണ്, നവകേരള ബസ് ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്നു. ചാനലിലെ ബ്രേക്കിംഗ് ന്യൂസ് ആണ്. എന്നിട്ട് വാർത്തകളുടെ ഒരു സ്ഥിതി എവിടെയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പൊ മനഃപൂർവ്വമായി അങ്ങനെ ഒരു കാര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം ആത്മഹത്യാ സ്ക്വാഡുകളെ ഇറക്കി വിട്ടുകൊണ്ട് നടത്തുകയാണ്. ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു, പലതരത്തിൽ ആക്ഷേപിക്കാൻ ശ്രമം നടത്തി. അതൊന്നും കേരളത്തിന്റെ ജനതടികൾ ചെവിക്കൊണ്ടില്ല എന്ന് കണ്ടപ്പോ അടുത്ത 19ാമത്തെ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആത്മഹത്യാ സ്ക്വാഡുകളെ മുന്നിലേക്ക് ഓടിച്ചു വിടുകയാണ്.